എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഇൻഡസ്ട്രി ഇലക്ട്രോണിക്സിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഇൻഡസ്ട്രി ഇലക്ട്രോണിക്സിന്റെ ഒരു ആമുഖം കണ്ടു. എന്താണ് ഇൻഡസ്ട്രി ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് എന്നത് നമ്മൾ ചർച്ച ചെയ്തു. പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നീ മൂന്ന് ഘട്ടങ്ങൾ ഇലക്ട്രോണിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പവർ ഇലക്ട്രോണിക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പവർ ഇലക്ട്രോണിക് സെമികണ്ടക്ടർ ഡിവൈസുകളെ കുറിച്ചാണ്. പവർ ഇലക്ട്രോണിക്സ് എന്നുള്ള ടെക്നോളജിക്കൽ ഏരിയ ഡെവലപ്പായി വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മോട്ടോർ ഡ്രൈവുകളും അതോടൊപ്പം പല പവർ കൺവെർട്ടറുകളും ഉപയോഗിച്ചിരുന്നു. പക്ഷെ അവയൊന്നും ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചിരുന്നായിരുന്നില്ല. പകരം തൈറാട്രോണുകൾ, ഗ്യാസ് ഫിൽഡ് ട്യൂബുകൾ, അങ്ങനത്തെ പഴയ കുറെ ഡിവൈസുകൾ ഉപയോഗിച്ചാണ് ഈ സിസ്റ്റംസ് എല്ലാം ഓടിയിരുന്നത്. അതിൽ പലതും ബൾക്കി ആയിരുന്നു, അതോടൊപ്പം തന്നെ എനർജി എഫിഷ്യന്റ് അല്ലായിരുന്നു. പക്ഷേ 1950-കൾക്ക് ശേഷം സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ഉൾപ്പെടെയുള്ള പവർ ഇലക്ട്രോണിക് ഡിവൈസുകൾ, സെമി കണ്ടക്ടർ ഡിവൈസുകൾ ഇൻവെന്റ് ചെയ്യുകയും അത് വർഷങ്ങൾക്ക് ചെല്ലുമ്പോൾ ഒത്തിരി റിസർച്ചുകളിലൂടെ മിനിയേച്ചറൈസേഷൻ, അതോടൊപ്പം തന്നെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂടുകയും സ്വാഭാവികമായിട്ടും കോസ്റ്റ് കുറയുകയും ചെയ്തിട്ടാണ് പവർ ഇലക്ട്രോണിക്സ് ഇന്നത്തെ നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് മാറി വന്നത്. ദർ ആർ മെനി ഡിവൈസസ് ദാറ്റ് ക്യാൻ ബി ആപ്റ്റ്ലി കോൾഡ് പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഓഫ് വേരിയിങ് കേപ്പബിലിറ്റി, വേരിയിങ് ഫീച്ചേഴ്സ് ആൻഡ് വേരിയിങ് വർക്കിംഗ് പ്രിൻസിപ്പിൾസ്. പക്ഷെ എല്ലാം പഠിക്കുന്നത് ദാറ്റ് വിൽ ബി ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് കോഴ്സ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡിവൈസുകൾ മാത്രമേ ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ സെമി കണ്ടക്ടർ ഡിവൈസുകളെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ഇവിടെ കാണുന്ന ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ കൺട്രോളബിലിറ്റി ഓഫ് ദ ഡിവൈസ്. പവർ സെമി കണ്ടക്ടർ ഡിവൈസുകളെ ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് അൺകൺട്രോൾഡ് ഡിവൈസ്, അടുത്തത് ഹാഫ് കൺട്രോൾഡ് ഡിവൈസ്, the third one is fully controlled device. Uncontrolled device there will be essentially two terminal devices where you will not have the provision for controlling the turning on or off of the switch. For example, ഒരു ഡയോഡിന്റെ കേസ് എടുത്താൽ, ഡയോഡ് is a two terminal device. അതിന്റെ രണ്ട് ടെർമിനൽസ്, ആനോഡിൽ നിന്ന് കാഥോഡിലേക്കുള്ള കറണ്ടിന്റെ ഫ്ലോ is depending on the voltage that is applied in between anode and cathode. ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഡയോഡിന്റെ ഓൺ സ്റ്റേറ്റ് കണ്ടക്ഷൻ വോൾട്ടേജിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ കട്ടിൻ വോൾട്ടേജിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. ദ ഡിവൈസ് വിൽ ബി ഓൺ, ദ സ്വിച്ച് വിൽ ബി ക്ലോസ്ഡ്. പകരം ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് VAK ഒരു റിവേഴ്സ് ബയാസിംഗ് വോൾട്ടേജ് ആണെങ്കിൽ ദ സ്വിച്ച് വിൽ ബി ഓഫ് ഓർ ദ ഡിവൈസ് വിൽ നോട്ട് ബി കണ്ടക്ടിങ്. ഇറ്റ് മീൻസ് the diode being in its on state or off state is governed by the power circuit or the power that is supplied to the diode, whether the voltage across anode to cathode is positive or negative. ഒരു ഹാഫ് കൺട്രോൾഡ് ഡിവൈസിന് you will be having three terminals. അതിനകത്ത് the current flow between two of the terminals can be controlled by the third terminal. For example, ഒരു സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിംഗ് ത്രീ ടെർമിനൽസ് സച്ച് ആസ് ആനോഡ്, കാഥോഡ് ആൻഡ് ഗേറ്റ്. ദ കറണ്ട് ഫ്ലോയിങ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദ തേർഡ് ടെർമിനൽ ഗേറ്റ്. ആൻഡ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഹാഫ് കൺട്രോൾ? ത്രൂ ദ ഗേറ്റ് ടെർമിനൽ യു ക്യാൻ ടേൺ ഓൺ ദ ഡിവൈസ് ബട്ട് യു കനോട്ട് ടേൺ ഇറ്റ് ഓഫ്. ഓൺലി യു ഹാവ് ദ ഹാഫ് കൺട്രോളബിലിറ്റി. ടേണിങ് ഓൺ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരിക്കൽ ഡിവൈസ് ടേൺ ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു കനോട്ട് ടേൺ ഇറ്റ് ഓഫ് ബൈ യൂസിങ് ദ തേർഡ് ടെർമിനൽ. പൊതുവെ ഹാഫ് കൺട്രോൾ സ്വിച്ചുകളെ നമ്മൾ തൈറിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഫുള്ളി കൺട്രോൾഡ് ഡിവൈസ് ആണെങ്കിലും ആസ് യു ക്യാൻ ഗെസ് ഇറ്റ്, നിങ്ങൾക്ക് ടേൺ ഓണും ടേൺ ഓഫും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ജനറലി ദേ ആർ ഓൾസോ ത്രീ ടെർമിനൽ ഡിവൈസസ്. ഫോർ എക്സാമ്പിൾ, ഒരു BJTയുടെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ എമിറ്റർ ടെർമിനൽസിന് ഇടയിൽ കൂടെ ഉള്ള കളക്ടർ കറണ്ട്, the collector current between collector and emitter terminals can be controlled by controlling the base current. If the base current is sufficiently high, the collector emitter current will be flowing. The device will be at the saturation point or a turn on state. Adesamaയം, when you reduce the base current below a certain value, the device goes to cut off mode. That is, the base emitter junction will be turning off. Eventually, the collector emitter current will be ceasing. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ പവർ സെമി കണ്ടക്ടർ ഡിവൈസുകളെ നമ്മൾ സ്വിച്ച് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് ഒരു പർട്ടിക്കുലർ ഡിവൈസ് സ്യൂട്ടബിൾ ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ കുറേ പാരാമീറ്ററുകൾ ഒത്തുനോക്കിയിട്ടാണ്. ഓരോ ഡിവൈസിനും ഓരോ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് പൊതുവായിട്ട് ഈ രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. വോൾട്ടേജ് റേറ്റിംഗ്സ്, കറണ്ട് റേറ്റിംഗ്സ്, സ്വിച്ചിങ് സ്പീഡ് ഓർ ഫ്രീക്വൻസി, ഗേറ്റ് ഡ്രൈവ് റിക്വയർമെന്റ്സ്, സേഫ് ഓപ്പറേറ്റിംഗ് ഏരിയ, ടെമ്പറേച്ചർ റേറ്റിംഗ്സ്.
ഇതൊന്നും അല്ലാതെ ഇനിയും കുറേ റേറ്റിംഗ്സ് ഉണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു സ്വിച്ചിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പാരാമീറ്ററുകളാണ് വോൾട്ടേജ് റേറ്റിംഗും കറണ്ട് റേറ്റിംഗ്. അതായത് ഒരു ഡിവൈസ് ഓഫായി നിൽക്കുന്ന സമയത്ത് അതിന് എത്രത്തോളം വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ ഡിവൈസ് ഓൺ ആയി നിൽക്കുന്ന സമയത്ത് അതിന് അക്രോസ് ഏതെങ്കിലും ചെറിയ വോൾട്ടേജ് നിൽക്കുന്നുണ്ടോ. ഐഡിയലി ഇറ്റ് ഷുഡ് ബി 0, പക്ഷെ പ്രാക്ടിക്കലി ദർ വിൽ ബി എ ഫൈനൈറ്റ് വോൾട്ടേജ് അക്രോസ് എ കണ്ടക്ടിങ് ഡിവൈസ്. അതുപോലെ കറണ്ട് റേറ്റിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർ ആൻ ഓൺ സ്റ്റേറ്റ് switch that is heavily conducting, that what is the maximum amount of current that can carry that the device can carry. തിരിച്ച് when the device is turned off, if there is any leakage current. അതുപോലെ ആ ഡിവൈസ് ടേൺ ഓൺ ആകാനും ടേൺ ഓഫ് ആകാനും എത്രത്തോളം സമയം എടുക്കുന്നുണ്ട്. If it takes too long a time, the device will be not suitable for high frequency applications. So the turn on and turn off time is another important parameter. അടുത്ത് വരുന്നത് ഗേറ്റ് ഡ്രൈവ് റിക്വയർമെന്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ദ ഡിവൈസ് ഇസ് ഹാഫ് കൺട്രോൾഡ് സ്വിച്ച് ഓർ എ ഫുള്ളി കൺട്രോൾഡ് സ്വിച്ച്, യു വിൽ ബി ഹാവിംഗ് എ കൺട്രോൾ ടെർമിനൽ ഫോർ ദ കൺട്രോളിംഗ് ദ ഡിവൈസ്, സേ ടേണിംഗ് ഓൺ ഓർ ടേണിംഗ് ഓഫ്. What is the current that is required to be given at the gate terminal and what is the duration of that current pulse? ഇങ്ങനെയുള്ള പാരാമീറ്ററുകളാണ് നമ്മൾ ഗേറ്റ് ഡ്രൈവ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഒരു ഡിവൈസിന്റെ സേഫ് ഓപ്പറേറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ദാറ്റ്സ് എൻ ഇലക്ട്രിക്കൽ ബൗണ്ടറി ബിയോണ്ട് വിച്ച് the device may fail due to high voltage, high current or high power dissipation or some other phenomenon. For a device to work reliably, you should always ensure that the device is operating within the safe operating area. അതൊരു 2-dimensional plot ആണ്. We will be seeing the safe operating area of power semiconductor devices in this session later. Finally, there will be some temperature ratings associated with the device, typically the junction temperatures, which specifies the temperature, maximum temperature of the device beyond which it should not go. And these temperature ratings are so important in calculating the heat sink requirements and other cooling system requirements. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ സെമി കണ്ടക്ടർ ഡിവൈസ് ഏതും ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പാക്കേജിങ്. കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പവർ സെമി കണ്ടക്ടർ ഡിവൈസുകൾ പ്രധാനമായിട്ട് 2 പാക്കേജിങ്ങിലാണ് വരാറ്: ഇൻസുലേറ്റഡ് പാക്കേജിങ്ങും പ്രസ് പാക്ക് ഡിവൈസുകളും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ പവർ സെമി കണ്ടക്ടർ ഡിവൈസുകളുടെ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് പവർ ഡയോഡുകളെ കുറിച്ചാണ്. പവർ ഡയോഡുകൾ 2-ടെർമിനൽ ഡിവൈസ് ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അൺകൺട്രോൾഡ് സ്വിച്ചിന് ഒരു എക്സാമ്പിൾ ആണ്. അതായത് നമുക്ക് ഡയോഡിൽ കൂടെയുള്ള കറണ്ട് ഇസ് സോൾലി ഡിപ്പെൻഡന്റ് ഓൺ ദ അപ്ലൈഡ് വോൾട്ടേജ് ബിറ്റ്വീൻ ഇറ്റ്സ് ടെർമിനൽസ്. ദ ടെർമിനൽസ് ആർ നെയിംഡ് ആസ് ആനോഡ് ആൻഡ് കാഥോഡ്. ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ ഡയോഡുകൾ നമുക്ക് 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിനകത്ത് ഒരെണ്ണം ജനറൽ പർപ്പസ്, പിന്നെ ഫാസ്റ്റ് റിക്കവറി, ഷോക്കി ഡയോഡ് ആൻഡ് സിലിക്കൺ കാർബൈഡ് SiC ഡയോഡ്സ്. ജനറൽ പർപ്പസ് ഡയോഡുകൾ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറ്. അതോടൊപ്പം തന്നെ ദേ ക്യാൻ ഹാവ് ഹൈ റേഞ്ച് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്സ്. അതിനകത്ത് നമുക്ക് മേ ബി 6000 വോൾട്ടിന് മുകളിൽ ബ്ലോക്കിംഗ് വോൾട്ടേജും 2000 മുകളിൽ ഓൺ സ്റ്റേറ്റ് കറണ്ടും കിട്ടുന്ന ഡയോഡ് മൊഡ്യൂൾസ് ഒത്തിരി ഉണ്ട്. ഫാസ്റ്റ് റിക്കവറി ഡയോഡുകൾ വരുന്നത് they are used for high speed applications where the റിക്കവറി ടൈം വളരെ കുറവുള്ള ഡയോഡുകളാണ് നമ്മൾ ഫാസ്റ്റ് റിക്കവറി ഡയോഡുകൾ അല്ലെങ്കിൽ ഹൈ സ്പീഡ് ഡയോഡുകൾ എന്ന് പറയുന്നത്. വി വിൽ സീ വാട്ട് റിക്കവറി ടൈം ഇസ്. അത് ഒരു ഡിവൈസ് ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് എടുക്കുന്ന സമയം ഇറ്റ് ഇസ് കോൾഡ് ദ റിക്കവറി ടൈം. ഇനി അതുപോലെ ഷോർട്ട് കീ ഡയോഡുകളിൽ നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള PN ജംഗ്ഷന് പകരം അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ജംഗ്ഷന് പകരം വാട്ട് വി സീ ഈസ് എ മെറ്റൽ സെമി കണ്ടക്ടർ ഇന്റർഫേസ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് സെമി കണ്ടക്ടർ ആയിരിക്കും, മറ്റൊരു ഭാഗത്ത് നമ്മൾ ഡെപ്പോസിറ്റഡ് മെറ്റൽ ലെയർ ആയിരിക്കും ഉണ്ടാവുക, അൺലൈക്ക് PN ജംഗ്ഷൻ ഡയോഡ്സ്. അപ്പോൾ അതുകൊണ്ട് സെമി കണ്ടക്ടറിൽ നിന്നും മെറ്റലിലേക്ക് പോകുമ്പോഴുള്ള ബാരിയർ പൊട്ടൻഷ്യൽ ഇലക്ട്രോൺസിന് കൂടുതലായിരിക്കും. ഒരു ഭാഗത്ത് PN ജംഗ്ഷൻ പോലെ അല്ലാതെ ഒരു ഭാഗത്ത് മെറ്റൽ ആയതുകൊണ്ട് തന്നെ യു ഡോണ്ട് ഹാവ് ഹോൾസ്. അതുപോലെ ഷോർട്ട് കീ ഡയോഡ് വരുന്നത്, ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഡയോഡ് where you don't have a semiconductor interface like in the case of PN junction. PN junction P region ആകട്ടെ N region ആകട്ടെ both are semiconductor materials. പക്ഷേ in short key diodes you have a metal semiconductor interface. ഒരു ഭാഗത്ത് മെറ്റൽ ഡെപ്പോസിറ്റ് ആയിരിക്കും, മറ്റേ ഭാഗത്തായിരിക്കും സെമികണ്ടക്ടർ ഉണ്ടാവുക. അപ്പോൾ ഈ മെറ്റലിനും സെമികണ്ടക്ടറിനും ഇടയ്ക്കുള്ള ബാരിയർ പൊട്ടൻഷ്യൽ വിൽ ബി ഹൈ ഫോർ ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് നമ്മൾ PN ജംഗ്ഷനിൽ കാണുന്ന പോലെ തന്നെ there will be no current flow between the metal and semiconductor interface. പക്ഷേ when you apply sufficient voltage the current conduction can happen. ഷോർട്ട് കീ ഡയോഡുകൾ യൂണിപോളാർ ഡിവൈസുകളാണ്. അതിനകത്ത് ഹോൾസ്
കറണ്ട് കണ്ടക്ഷനെ സഹായിക്കുന്നില്ല. പകരം വാട്ട് യു ഹാവ് ഈസ് ഇലക്ട്രോൺ ഫ്ലോ ഓൺലി. സോ ദ ഡിവൈസ് ഈസ് യൂണിപോളാർ ഡിവൈസ്. ഫൈനലി സിലിക്കൺ കാർബൈഡ് ഡയോഡുകൾക്ക് സിലിക്കൺ ഡയോഡുകൾ താരതമ്യപ്പെടുത്തി നോക്കിയാൽ കുറേ പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം, സിലിക്കൺ കാർബൈഡിന് സിലിക്കണിനേക്കാൾ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹയർ ടെമ്പറേച്ചറിൽ നമുക്ക് സിലിക്കൺ കാർബൈഡ് ഡയോഡുകൾ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ജനറേറ്റ് ആവുന്ന ടെമ്പറേച്ചറുകൾ വേഗം തന്നെ കണ്ടക്ട് ചെയ്ത് അത് ഹീറ്റ് സിങ്കിലേക്ക് കൊടുക്കാനായിട്ട് സിലിക്കൺ കാർബൈഡ് ഡയോഡുകൾക്ക് പറ്റും. അതുകൊണ്ട് മോർ ടെമ്പറേച്ചർ ടോളറന്റ് ആയിട്ടുള്ള ഡയോഡുകളാണ് സിലിക്കൺ കാർബൈഡ് ഡയോഡുകൾ. സിലിക്കൺ കാർബൈഡിന് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് സിലിക്കണിനേക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ ദ സിലിക്കൺ കാർബൈഡ് ഡയോഡ് ക്യാൻ ഹാൻഡിൽ മച്ച് മോർ ബ്ലോക്കിംഗ് വോൾട്ടേജ് ദാൻ നോർമൽ സിലിക്കൺ ഡയോഡ് ക്യാൻ ഡു. ഈ ഒന്ന് രണ്ട് പ്രത്യേകതകൾ കൊണ്ട് സിലിക്കൺ കാർബൈഡ് ഡിവൈസുകൾ ഇൻ ജനറൽ, ഡയോഡുകൾ എന്ന കേസിലല്ല, സിലിക്കൺ കാർബൈഡ് സിലിക്കൺ ടെക്നോളജി വെച്ച് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സിലിക്കൺ ഡിവൈസുകളെ അപേക്ഷിച്ച് പല കേസുകളിലും ഇൻഡസ്ട്രി പ്രിഫർ ചെയ്യുന്നത് സിലിക്കൺ കാർബൈഡ് ഡിവൈസുകളാണ്. അതിന്റെ കാരണമാണ് നമ്മൾ ഈ പറഞ്ഞത്. എമംഗ് മെനി അതർ റീസൺസ്, ദ ടു പ്രോമിനന്റ് റീസൺസ് ആർ ലാർജർ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ലാർജർ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. അപ്പോൾ നമുക്കിനി ഒരു പവർ ഡയോഡിന്റെ സ്ട്രക്ചറിലേക്ക് നോക്കാം. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നമ്മളൊരു നോർമൽ ഡയോഡിന്റെ സ്ട്രക്ചറും പവർ ഡയോഡിന്റെ സ്ട്രക്ചറും നമ്മൾ കാണുന്നത് നോക്കിയാൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പവർ ഡയോഡിന് ഒരു ആനോഡ് ടെർമിനലുണ്ട്, ഒരു കാത്തോഡ് ടെർമിനലുണ്ട്. അതുപോലെ ഒരു P+ റീജിയൻ ഉണ്ട്, ഹെവിലി ഡോപ്ഡ് P റീജിയൻ ഉണ്ട്, ഹെവിലി ഡോപ്ഡ് N റീജിയൻ ഉണ്ട്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് P+ ആൻഡ് N+. ഇതൊക്കെ നമ്മൾ നോർമൽ PN ജംഗ്ഷനിലും കാണുന്നതാണ്. പക്ഷേ വാട്ട് യു സീ സ്പെഷ്യൽ ഹിയർ ഈസ് ദ പ്രസൻസ് ഓഫ് an N- region, ഒരു lightly doped N region. In between the P+ and N+, you are having an epitaxial drift region, അതായത് N- region, which is commonly called the drift region. ഇങ്ങനൊരു റീജിയൻ നമ്മൾ സാധാരണ ഡയോഡിൽ കാണാറില്ല. അപ്പോൾ എന്തിനാണ് ഈ ഡ്രിഫ്റ്റ് റീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പവർ ഡയോഡിന്റെ കേസിൽ മാത്രമല്ല, പല പവർ ഡിവൈസുകളിലും, നമ്മൾ ഈ പവർ ഇലക്ട്രോണിക് ഡിവൈസുകളിലും യു വിൽ ബി സീയിങ് എ ലൈറ്റ്ലി ഡോപ്ഡ് ഡ്രിഫ്റ്റ് റീജിയൻ ലൈക്ക് ദിസ്. ദിസ് റീജിയൻ ഈസ് വാട്ട് മേക്സ് ദ ഡിവൈസ് ഓർ ഗിവ്സ് ദ ഡിവൈസ് എ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. ഈ ഡ്രിഫ്റ്റ് റീജിയന്റെ വിഡ്ത്ത് കൂടുന്തോറും പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അതുകൊണ്ട് ഈ ഡ്രിഫ്റ്റ് റീജിയന്റെ പ്രസൻസ് കൊണ്ട് ചില വ്യത്യാസങ്ങളും വരുന്നുണ്ട്. അതായത് വെൻ യു കമ്മിങ് ടു ദ IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡയോഡ്, നമ്മൾ സാധാരണ ഡയോഡിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സിനോട് സിമിലർ ആയിട്ടുള്ള ഒരു IV ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ ഉള്ളത്. വേർ ദ പ്ലോട്ട് ഈസ് VAK വേഴ്സസ് ദ ഫോർവേഡ് കറണ്ട് IF. വെൻ യു കമ്പയർ ദ characteristics of a power diode with the ordinary diode, you will see that this characteristics is more linear. സാധാരണ ഡിവൈസ് ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ചുകൂടി എക്സ്പോണൻഷ്യൽ ആണ് കാണിക്കുന്നതെങ്കിൽ പവർ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സീംസ് ടു ബി മോർ ലീനിയർ. ആ ലീനിയാരിറ്റിയുടെ കാരണം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഡ്രിഫ്റ്റ് റീജിയൻ തന്നെയാണ്. അതായത് ഇങ്ങനെ വെൻ യു ഹാവ് എ ഡ്രിഫ്റ്റ് റീജിയൻ ലൈക്ക് ദിസ്, വാട്ട് യു ആർ ഡൂയിങ് ഈസ് യു ആർ എസെൻഷ്യലി ഇമ്പോസിങ് എ റെസിസ്റ്റീവ് റീജിയൻ. അപ്പോൾ റെസിസ്റ്റീവ് റീജിയൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ദ വോൾട്ടേജ് അക്രോസ് ദ anode and cathode VAK will be equal to the on-state voltage V gamma. Along with that, unlike the normal diode, we'll be having an additional term like IF times say RF. If this resistance is RF, ഇങ്ങനെ ഒരു ടേം നമ്മൾ പവർ ഡയോഡിന്റെ കേസിലുണ്ടാവും. അതായത് when the diode is on, the anode to cathode voltage will be the sum of V gamma, a fixed value, plus I times RF, IF RF. ഇങ്ങനൊരു എക്സ്പ്രഷൻ ആണ് ഉണ്ടാവുക. when you plot this, when the diode is on, if this is the V gamma fixed value, as the current increases, you will be seeing that there's a linear change in the voltage across the anode cathode terminals. And that is the reason why you are having a more linear characteristics when compared to the normal diode characteristics. ഇനി അതേപോലെ തന്നെ here you can see the temperature dependence of the characteristics. അതായത് രണ്ട് ജംഗ്ഷൻ ടെമ്പറേച്ചർ TJ1 and TJ2 നമ്മൾ നോക്കിയാൽ
അതിനകത്ത് when you have a larger temperature TJ1, you see that the current is increasing. That is obvious. When you are having a larger junction temperature, the concentration of carriers will be more and the conductivity will be getting higher. ഇനി നമുക്കൊരു ഡയോഡിന്റെ ടേൺ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ, അതായത് ഒരു ഡയോഡ് ഇത്രയും നേരം ഓഫ് സ്റ്റേറ്റിലായിരുന്നു, ഒരു ബ്ലോക്കിംഗ് വോൾട്ടേജ് അതിന് അക്രോസ് ഉണ്ടായിരുന്നു, നോ കറണ്ട്, പ്രാക്ടിക്കലി നോ കറണ്ട് ഫ്ലോയിങ്. അങ്ങനെയുള്ള ഒരു ഡയോഡിന് നിങ്ങൾ സഫീഷ്യന്റ് ആനോഡ് കാഥോഡ് വോൾട്ടേജ്, പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് യു ബ്രിങ് ഇറ്റ് ടു ദ ടേൺ ഓൺ സ്റ്റേറ്റ്. ആ സമയത്ത് യു സീ ദ ക്യാരക്ടറിസ്റ്റിക്സ്, when you apply a sufficiently high voltage, sufficient voltage, positive voltage, you see that the current is start building up and it builds up to reach a final value IF. Positive voltage apply ചെയ്യുന്തോറും current കൂടുന്നുണ്ട്. Finally, what will be happening? When the diode is fully turned on, there will be a finite current flowing through the diode and there will be a finite voltage across the diode. പക്ഷേ as we already discussed, if the diode were perfectly ideal, the VF should have been 0. For positive voltage, on state voltage ഒന്നും വരാൻ പാടില്ല. പക്ഷേ due to the non-ideality of the diode, there is a finite voltage which is equal to VF, and while it is conducting a huge current IF. This is the static state. And there is one more interesting thing that we should look at here. അതായത് ഡ്യൂറിങ് ദ ടേൺ ഓൺ, ഡയോഡ് ഓഫിൽ നിന്ന് ഓണിലേക്ക് കയറുന്ന ഒരു സമയത്ത് യു സീ ദാറ്റ് ദ വോൾട്ടേജ് ഈസ് ഗോയിങ് അറ്റ് ടു ഹൈ വാല്യൂ. ഈവൻ ദോ ദ ഫൈനൽ വാല്യൂ ഈസ് ടു ബി സെറ്റിൽഡ് അറ്റ് VF, starting from a zero value, the positive voltage is going all the way through a high value VFRM. F stands for forward voltage, which is called the FRM. ഈ FRM എന്നുള്ള വോൾട്ടേജിൽ എത്തിയതിനു ശേഷമാണ് the forward voltage starts decreasing to get settled to the final value. And what is the implication? ഡയോഡ് ടേൺ ഓൺ ആവുന്ന സമയത്ത് there is a positive transient forward voltage that is appearing across the diode. And is it good or bad? Definitely this is bad. Why this is bad? You see that when the forward voltage is this much high, the current has already reached a sufficiently high value. അപ്പോൾ the power for those few moments will be too high for the diode to handle. അതുകൊണ്ട് തന്നെ for a good diode, this VFRM should be made as low as possible. And അതോടൊപ്പം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡയോഡ് നമ്മളൊരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ the design engineer should definitely take into account of what is the VFRM. He should be aware that while this particular diode is getting turned on, this diode is going to handle this much power. അതുകൊണ്ട് തന്നെ he should design its heat sink accordingly. സിലിക്കൺ കാർബൈഡ് ഡയോഡുകൾക്ക് സിലിക്കൺ ഡയോഡുകളെക്കാൾ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് കുറവായിരിക്കും. അപ്പോൾ സിലിക്കൺ ഡയോഡുകൾക്ക് 0.7 വോൾട്ടോ അതിന് മുകളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സിലിക്കൺ കാർബൈഡിന് 0.3 വോൾട്ടിന്റെ റേഞ്ചിലായിരിക്കും ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺ സ്റ്റേറ്റ് പവർ ലോസ്, ട്രാൻസിയന്റ് സ്റ്റേറ്റിന്റെ കാര്യമല്ലേ പറയുന്നത്, നമ്മൾ സ്റ്റേബിൾ ഓൺ കണ്ടീഷനിലുള്ള പവർ ലോസ് സിലിക്കൺ കാർബൈഡ് ഡയോഡുകൾക്ക് നോർമൽ സിലിക്കൺ ഡയോഡുകളെക്കാൾ കുറവായിരിക്കും. സോ ദാറ്റ് ഇസ് വൺ റീസൺ വൈ you choose silicon carbide diodes over silicon diodes. ഇനി നമുക്ക് പവർ ഡയോഡിന്റെ ടേൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതായത് ഓൺ ആയിരുന്ന ഒരു ഡയോഡ് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസിയന്റുകളാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ദ ഡയോഡ് വാസ് ഹെവിലി കണ്ടക്ടിങ് ടിൽ നൗ ആൻഡ് ദ ഡയോഡ് ഈസ് അബൌട്ട് ടു എൻ്റർ ഇൻ ടു ബ്ലോക്കിംഗ് മോഡ് വേർ ദ ഡയോഡ് വിൽ ബി ഹാവിംഗ് heavy voltage across the terminals, but the leakage current, the current will be limited only to leakage current. അപ്പോൾ ടേൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് രണ്ട് ചേഞ്ചാണ് വരാൻ പോകുന്നത്. കറണ്ട് ഒരു ഹൈ വാല്യൂ ഓഫ് കറണ്ടിൽ നിന്ന് ലോ വാല്യൂയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോകുന്നു, അതുപോലെ വോൾട്ടേജ് ഒരു ലോ വാല്യൂയിൽ നിന്ന് ഹൈയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോകുന്നു. ഇഫ് ദ ഡയോഡ് വെയർ പെർഫെക്റ്റ്ലി ഐഡിയൽ, ദിസ് ടു ഷുഡ് ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി ആൻഡ് വിത്ത് നോ ടൈം. ദാറ്റ് ഇസ് ഐഡിയൽ കേസ്. പക്ഷേ ഡയോഡ് പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് നോക്കാം. ഇറ്റ് ടേക്സ് എ ഫൈനറ്റ് എമൗണ്ട് ഓഫ് ടൈം ഫോർ ദ കറണ്ട് ടു റീച്ച് ടു ദ സീറോ വാല്യൂ, ദ ഫൈനൽ വാല്യൂ. ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് പോലെ കറണ്ട്, ദ ബ്ലൂ ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം എ സ്റ്റേബിൾ ഇനിഷ്യൽ വാല്യൂ ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് ഡിക്രീസിങ്, കുറഞ്ഞു വന്നിട്ട് ഇറ്റ് റീച്ചസ് ഫൈനലി ടു ദ സീറോ വാല്യൂ
Practically it is not zero value, there will be a finite leakage current, പക്ഷേ it will be too small. Initial value നിന്ന് final വാല്യൂയിലേക്ക്, അത് സീറോ വാല്യൂയിലേക്ക് എത്തുന്നതിന് മുമ്പ് you see an interesting thing that the current is reversing its direction. അതായത് ഫോർവേഡ് ഓൺ സ്റ്റേറ്റ് കറണ്ട് ആനോഡിൽ നിന്ന് കാത്തോഡിലേക്കാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഫോർ എ മൊമെന്ററി പീരീഡ് ഓഫ് ടൈം ദ കറണ്ട് ഫ്ലോസ് ഫ്രം കാത്തോഡ് ടു ആനോഡ്. ദാറ്റ് ഈസ് ദർ ഇസ് എ റിവേഴ്സ് കറണ്ട്. ദിസ് ഡ്യൂറേഷൻ ഈസ് കോൾഡ് റിവേഴ്സ് റിക്കവറി ടൈം. ഡയോഡ് ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് മുമ്പേ, സിൻസ് ദ ഡയോഡ് വാസ് ഹെവിലി കണ്ടക്ടിങ്, there were an enormous amount of charge carriers present in the junction region, and for the diode to enter into the cutoff region or the blocking state, all these charge carriers are to be moved away from the junction region. So that is essentially happening as the reverse current. It takes a finite amount of time, which is amounting to the reverse recovery time, denoted as TRR. It is the reverse voltage, the red line. നിങ്ങൾക്കറിയാതെ, when the diode was turned on, the voltage was practically zero. When the diode is off, this voltage is going to appear across a negative voltage VAK. That's why it is drawn as in the negative region. So the time between these 2 points where the anode current changes its direction to the moment at which the diode current reaches its resting value is denoted as TRR, reverse recovery time. And measuring the area under this curve, blue line is indicating the current through the device, and x-axis is time. So the area under this curve will be giving you the total amount of charge that has been removed from the junction region. That can be calculated as, this is I. If T1 is T2 ആണെങ്കിൽ, the Q will be equal to integral T1 to T2 I times dt, the reverse recovery charge. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയോഡിന് പി എൻ റീജിയൻ എന്നുള്ളതിലുപരി there is a drift region which is a lightly doped n region between the p plus and n plus region. As the width of the drift region is increasing, drift region വിട്ട് കൂടുന്തോറും ഈ റിക്കവറി ടൈം കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നോക്കിയാൽ, നമ്മളിവിടെ കാണുന്നത് ഒരു ഡയോഡിന്റെ റിവേഴ്സ് റിക്കവറി പാരാമീറ്റേഴ്സ് ആണ്. ദിസ് ഇസ് ദ ഫോർവേഡ് കറണ്ട് IF, and the TRR is the duration from this point to this point, denoted as number 4. QRR is the area under the curve, defined by IRRM and TRR, where IRRM is the maximum reverse recovery current. ഈ വാല്യൂവിനെയാണ് നമ്മൾ IRRM എന്ന് പറയുന്നത്, റിവേഴ്സ് റിക്കവറി മാക്സിമം കറണ്ട്, IRRM. അത് നമുക്ക് തൊട്ട് മുമ്പ് കണ്ട പോലെ ഇന്റഗ്രൽ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിലും കുറച്ചുകൂടെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നത്, ദിസ് ഈസ് വി കൺസിഡർ ടു ബി എ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയയാണ് നമ്മൾ റിവേഴ്സ് റിക്കവറി ചാർജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ യു സീ ഹിയർ there is a rate of change of current with respect to time, that is dIF by dt is a parameter, slope at this point. In the circuits where you have an inductive element, this dIF by dt is a key role player. Why? Because this dIF by dt is too high, the voltage induced across the inductor terminals, that is L into di by dt, will be too high, and the voltage will be too high, so that the voltage will cause trouble to the circuit. നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞ പോലെ ടേൺ ഓൺ സ്റ്റേറ്റിൽ നിന്ന് ടേൺ ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു ഡയോഡിന്റെ PN ജംഗ്ഷൻ റീജിയനിലുള്ള മൊബൈൽ കെരിയേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള ടൈമാണ് നമ്മൾ TRR എന്നുള്ള രീതിയിൽ പെർസീവ് ചെയ്യുന്നത്. പുട്ട് ഇൻ അതർ വേർഡ്സ്, ദ ടൈം TRR ഇസ് ദ ടൈം ടേക്കൺ ഫോർ ചാർജിങ് ദ ഡിപ്ലീഷൻ റീജിയൻ. അതായത് നമ്മൾക്കറിയാം, ഒരു നെഗറ്റീവ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലുള്ള ഡയോഡിന്റെ ഡിപ്ലീഷൻ റീജിയൻ can be considered to be a capacitor, where you have equal number of positive charges and equal number of negative charges separated by a non-conducting region. അപ്പോൾ ഇങ്ങനൊരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാനായിട്ട് യു ടേക്സ് എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം. യു ക്യാൻ കൺസിഡർ ദിസ് TRR ടു ബി ദാറ്റ് ചാർജിങ് ടൈം. അവിടെയാണ് നമുക്ക് ഷോർട്ട് കീ ഡയോഡിന്റെ പ്രാധാന്യം വരുന്നത്. ഷോർട്ട് കീ ഡയോഡ് PN ജംഗ്ഷൻ ഡയോഡ് പോലല്ല, ഒരു ഭാഗത്ത് മെറ്റലാണ്, മറ്റേ ഭാഗത്ത് സെമി കണ്ടക്ടർ ആണ്.
where at the metal side you have surplus amount of mobile charges present. അതുകൊണ്ട് തന്നെ this charging of the capacitor happens too quickly that the reverse recovery time is reduced drastically. Naturally, Schottky diode is a high speed diode when compared to normal diode. അതേപോലെ the reverse recovery diodes are specifically designed in such a way that it reduces the TRR significantly. If the reverse recovery time of normal diodes goes in the range of 25 microseconds, the reverse recovery time of fast recovery diodes can go well below 5 microseconds. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് the rapidity with which the diode turns on and turns off decides whether a particular diode is suitable for a high speed application or not. That's why we go for Schottky diodes and fast recovery diodes where we have high speed applications or high frequency applications such as SMPS. But in the ton of characteristics, you see one more region, the end of the reverse recovery. ഇവിടെയും നമ്മളൊരു di/dt റേറ്റിംഗ് കാണുന്നുണ്ട്. അതായത് if the slope is too high, സർക്യൂട്ടിനകത്തുള്ള സ്ട്രേ ഇൻഡക്ടൻസ് വിൽ ജനറേറ്റ് എ ഹൈ വോൾട്ടേജ്. അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് വി വിൽ ഹാവ് ടു പുട്ട് സംതിങ് കോൾഡ് RC snubber ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഡയോഡ്, എൽസ് ദ ഡയോഡ് വിൽ ബ്ലോ ഓഫ്. ഇനി RC snubber എന്താണെന്ന് നമ്മൾ ഈ കോഴ്സിനകത്ത് പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇനി പവർ ഡയോഡിന്റെ ചില പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസിൽ വന്നു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് വൺ ഈസ് VFM. ഒരു വോൾട്ടേജിന്റെ അല്ലെങ്കിൽ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സഫിക്സിൽ ആദ്യത്തെ ലെറ്റർ ഇറ്റ് ഡിനോട്ട്സ് വെദർ ഇറ്റ് ഈസ് ഫോർവേഡ് ഓർ റിവേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ VFM എന്ന് പറയുന്നത് F is standing for the forward voltage. VFM is forward maximum. ഒരു ഡയോഡ് ഫോർവേഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് when it is turned on, what is the voltage drop across the diode? അതുപോലെ VRRM, we have already seen it. VRRM is where the first R stands for the reverse. VRRM means the reverse repetitive maximum voltage, which indicates the maximum voltage the diode can block repetitively. Repetitively means ഒരു ബ്ലോക്കിംഗ് വോൾട്ടേജ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ആഫ്റ്റർ റെഗുലർ ഇന്റർവെൽസ്. ഇഫ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്ലി കമ്മിങ്, വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി ബ്ലോക്ക്ഡ് ബൈ ദ ഡയോഡ്? നാച്ചുറലി നോൺ റിപ്പീറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഇസ് നോൺ റിപ്പീറ്റീവ് റിവേഴ്സ് വോൾട്ടേജ്, VRSM. ഇറ്റ് മീൻസ് it is a reverse voltage that is a maximum voltage that appears as a single pulse, that is VRSM. And finally, another important voltage parameter is the VR, the reverse voltage, reverse DC voltage that can be blocked by the diode in the blocking state. Coming to the current ratings, similar notation follows where in the IFSM the first F stands for the forward. IFSM stands for the forward surge maximum, that is ഡയോഡ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലാണ്, ആ സമയത്ത് ഉണ്ടാകുന്ന മാക്സിമം സർജ് കറണ്ട് എത്രയാണ്. IRRM is the maximum leakage current in the blocking state at the given conditions. ഇതിന് രണ്ട് കറണ്ട് പറയുന്നത് ഫോർവേഡ് കറണ്ട് ആണ്, the average value and RMS value of forward currents. So these are all the important current and voltage ratings of a power diode. The list is not exhaustive. ഒരു പവർ ഡയോഡുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വോൾട്ടേജ് കറണ്ട് റേറ്റിങ്ങുകൾ മാത്രമേ നമ്മളിതുവരെ കണ്ടിട്ടുള്ളൂ. ഒരു പവർ ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈനറിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വേറെ ഒത്തിരി പാരാമീറ്ററുകൾ ഒരു ഡയോഡിൻ്റെ ഡേറ്റ ഷീറ്റിനകത്ത് ഉണ്ടാവും. സോ വിൽ ക്വിക്ക്ലി സീ an example of a data sheet of a power diode. നമ്മളിപ്പോൾ കാണുന്നത് ഒരു 5SDD എന്ന മോഡൽ നമ്പറുള്ള ഒരു റെക്ടിഫയർ ഡയോഡാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കാം. VRSM is equal to 5500 വോൾട്ട്. അതുപോലെ ആവറേജ് ഫോർവേഡ് കറണ്ട് 4700 ആംപിയർ, ആവറേജ് RMS കറണ്ട് 7390 ആംപിയേഴ്സ്, ഓൺ സ്റ്റേറ്റ് ഫോർവേഡ് കറണ്ട് ഫോർവേഡ് വോൾട്ടേജ് 0.8 വോൾട്ട്, ഫോർവേഡ് റെസിസ്റ്റൻസ് 0.107 മില്ലി ഓംസ്. ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട റേറ്റിങ്ങുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ അടുത്ത് വരുന്ന ഡേറ്റ അവർ പല ടൈറ്റിൽസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ ബ്ലോക്കിംഗ് പാരാമീറ്ററുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ മെക്കാനിക്കൽ ഡേറ്റ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഓൺ സ്റ്റേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നൊന്നായിട്ട് നോക്കാം. ഇതിനകത്ത് നമുക്ക് വി ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ്. അതിനകത്ത് നോക്കാം മാക്സിമം റേറ്റഡ് വാല്യൂസ്. repetitive peak reverse voltage comes to 5000 volt.
അതേപോലെ നോൺ റെപ്പിറ്റേറ്റീവ് പീക്ക് റിവേഴ്സ് വോൾട്ടേജ് VRSM 5500 വോൾട്ട്. നോക്കാം മാക്സിമം റിവേഴ്സ് ലീക്കേജ് കറണ്ട്. ലീക്കേജ് കറണ്ട് 400 മില്ലി ആംപിയർ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് എ മാക്സിമം വാല്യൂ. ഇറ്റ് മീൻസ് 400 മില്ലി വെൻ ദ ഡയോഡ് ഇസ് ഇൻ ദ ബ്ലോക്കിംഗ് സ്റ്റേറ്റ് you will not have a current which is greater than 400 milliampere. അതൊരു ഡയോഡിന്റെ ഓൺ സ്റ്റേറ്റ് നോക്കിയാൽ ഓൺ സ്റ്റേറ്റിൽ പ്രധാനമായിട്ടും കുറെ കറണ്ട് വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. IF ആവറേജ് വാല്യൂ നമ്മൾ മുകളിൽ കണ്ടതാണ് 4700. മാക്സിമം RMS കറണ്ട് 7390 ആംപിയേഴ്സ്. അതിൽ ഇവിടെ കുറച്ച് സ്വിച്ചിങ് പാരാമീറ്ററുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൊട്ടുമുമ്പ് കണ്ടല്ലോ റിവേഴ്സ് റിക്കവറി ചാർജ് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു QRR. ഇവിടെ കണ്ടീഷൻസ് സ്പെസിഫൈഡ് ആസ് DIF/dt is equal to -10 ആംപിയർ പെർ മൈക്രോ സെക്കൻഡ്. ആ DIF/dt എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ സ്ലോപ്പാണ്. ഈ സ്ലോപ്പാണ് അവർ DIF/dt ആയിട്ട് പറയുന്നത്, ഈ നെഗറ്റീവ് സ്ലോപ്പ്. ഇനി കുറച്ച് തെർമൽ ക്യാരക്ടറിസ്റ്റിക്സ് അവർ പറയുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് ജംഗ്ഷൻ ടെമ്പറേച്ചർ, മിനിമം മാക്സിമം വാല്യൂസ് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ പാരാമീറ്ററുകൾ അവർ ഡേറ്റ ഷീറ്റിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. Now I just showed this data sheet so that you get a feel of what are the important parameters associated with a power diode used in industry.